നമുക്ക് പലർക്കും മോൺസിഞ്ഞോർ ഡെന്നീസിനെ ഇനി കൂടുതൽ പരിചയപ്പെടും, അറിയും. പക്ഷേ ഒരു ചെറിയ ഒരു ആമുഖം മോൺസിഞ്ഞോർ ഡെന്നീസിനെ പറ്റി പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടെ മോൺസിഞ്ഞോർ ഡെന്നീസ് കുറുപ്പശ്ശേരിക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. നമ്മുടെ രൂപതയുടെ പ്രൊക്കുറേറ്റർ റെവറൻഡ് ഫാദർ ജോർജ് പൈനേടത്ത് ഒരു ബൊക്കെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ കൈമാറിക്കൊണ്ട് നമ്മുടെ സ്നേഹവും സ്വാഗതവും മോൺസിഞ്ഞോർ ഡെന്നീസിന് അറിയിക്കും. കണ്ണൂർ രൂപതയ്ക്ക് ദൈവം നൽകിയ ഒരു രജത ജൂബിലി സമ്മാനമായിട്ടാണ് ഒരു സഹായമെത്രാൻ ലഭിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ഫ്രാൻസിസ് പാപ്പയുടെ ലിഖിതത്തിലും ഉണ്ടായിരുന്നതുപോലെ, ഇപ്പോൾ മോൺസിഞ്ഞോർ ഡെന്നീസ് കുറുപ്പശ്ശേരി വത്തിക്കാൻ്റെ മാൾട്ടയിലെ നയതന്ത്ര കാര്യാലയത്തിൽ പേപ്പൽ പ്രതിനിധിയുടെ, ഇപ്പോഴത്തെ അവിടുത്തെ പേപ്പൽ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സാവിയോ ഹോൺ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും മോൺസിഞ്ഞോറിനെ വ്യക്തിപരമായിട്ടറിയാം. കാരണം അദ്ദേഹം കോട്ടപ്പുറത്താണ്. കോട്ടപ്പുറം രൂപതയിലെ പള്ളിപ്പുറം മഞ്ഞുമാത ദേവാലയം എത്രയോ ചരിത്ര ഉറങ്ങുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണത്. ആ ഇടവകയിൽ നിന്ന് തന്നെ ഇപ്പോൾ 4ാമത്തെ ബിഷപ്പാണ് മോൺസിഞ്ഞോർ ഡെന്നീസ്. ജേക്കബ് അച്ചാരുപറമ്പിൽ തിരുവനന്തപുരം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്നു, റിട്ടയർ ചെയ്തു, ഇപ്പോൾ സ്വർഗത്തിലുണ്ട്. വരാപ്പുഴ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് അഭിവന്യ ഡാനിയൽ അച്ചാരുപറമ്പിൽ, അതോടൊപ്പം തന്നെ ഇപ്പോൾ കോട്ടപ്പുറം രൂപതയുടെ സാരഥിയായ മോൺസിഞ്ഞോർ അംബ്രോസ് പുത്തൻ വീട്ടിൽ. ഇതാ ഒരിടവകയിൽ നിന്ന് തന്നെ പരിശുദ്ധ ആ മഞ്ഞുമാതാവിൻ്റെ വലിയ അനുഗ്രഹവും കൃപയുമാണ് കണ്ണൂരിന് അനുഗ്രഹമായിട്ട് മറ്റൊരു സഹായ മെത്രാൻ ആ ഇടവകയിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നു. എനിക്ക് മോൺസിഞ്ഞോർ ഡെന്നീസിനെ ഏകദേശം ഒരു 47 വർഷം മുമ്പ് എന്നെ അറിയാം. ഞാൻ എൻ്റെ ഫിലോസഫി തത്വശാസ്ത്രം പഠനത്തിന് ശേഷം റീജൻസി ചെയ്യുമ്പോൾ അന്ന് എറണാകുളം സെൻറ്റ് ആൽബർട്ട് സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ട് വരാപ്പുഴ അതിരൂപത ആസ്ഥാന മന്ദിരത്തിൻ്റെ തൊട്ടടുത്തായിരുന്നു അന്ന് സെയിൻറ്റ് ജോസഫ് പെറ്റി സെമിനറി. അവിടെയായിരുന്നു ഞാൻ റീജൻസി. അന്ന് 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു നല്ല ചുറുചുറുക്കുള്ള, നല്ല ബാസ്കറ്റ് ബോളൊക്കെ ഇങ്ങനെ ഓടി നടന്ന് ഇടുന്ന, എല്ലാത്തിലും സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് മോൺസിഞ്ഞോർ ഡെന്നീസ്. അന്ന് 1967 മോൺസിഞ്ഞോർ ഡെന്നീസ് ജനിച്ചത് ഓഗസ്റ്റ് 4-ാം തീയതി. ആലുവ കാർമൽഗിരി സെമിനറിയിൽ പഠിച്ചു. അവിടെ നിന്നാണ് തിയോളജിയും ഫിലോസഫിയും തിയോളജിയുടെയും ബിരുദങ്ങൾ സമ്പാദിച്ചത്. പിന്നീട് റോമിലെ ഏർബൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാനൻ നിയമത്തിൽ ബിരുദാനന്ദ ബിരുദവും ഡോക്ടറേറ്റും സമ്പാദിച്ചിട്ടുണ്ട്. 1991 ഡിസംബർ മാസത്തിലാണ് 23-ാം തീയതി കോട്ടപ്പുറം രൂപതയ്ക്ക് വേണ്ടി പുരോഹിതനായി അഭിഷിക്തനായി. പിന്നീട് 1997 വരെ തുരുത്തിപ്പുറം സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി ഇടവകയിലെ സഹവികാരിയും, പിന്നീട് കടവാൾ തുരുത്ത് ഇടവക ഹോളി ക്രോസ് ഇടവകയിലെ പ്രീസ്റ്റ് ഇൻചാർജായിട്ടും, പിന്നീട് പുല്ലൂറ്റ് സെയിൻറ്റ് ആൻ്റണീസ് ഇടവകയിൽ വികാരിയുമായിട്ടൊക്കെ ശുശ്രൂഷ ചെയ്തു. ആ കാലഘട്ടത്തിൽ കോട്ടപ്പുറം രൂപതയുടെ മുഖപത്രമായ ദിദിമോസിൻ്റെ പ്രധാന എഡിറ്ററായിരുന്നു, ചീഫ് എഡിറ്ററായിരുന്നു. അതോടൊപ്പം തന്നെ KCSLൻ്റെ രൂപത ഡയറക്ടറുമായിരുന്നു. 2001 മുതൽ വത്തിക്കാൻ്റെ നയതന്ത്ര വിഭാഗത്ത് പ്രവർത്തിക്കുകയാണ്. ആദ്യം നിയമനം ലഭിച്ചത്, അതിൻ്റെ ആ പരിശീലനത്തിന് ശേഷം നിയമനം ലഭിച്ചത്
ആഫ്രിക്കയിലെ ബുറുണ്ടിയിലാണ്. അതിനുശേഷം അവിടെ നിന്ന് ഈജിപ്തിലും തായ്ലാൻഡിലും ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഞാൻ തായ്ലാൻഡിലൊന്ന് പോയപ്പോൾ അവിടെ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, ഈ ഭാഗത്താണല്ലോ മോൺസിഞ്ഞോറും ഉണ്ടായിരുന്നതെന്ന്. പിന്നീട് ആഫ്രിക്കയിലെ തന്നെ ഗാബോൺ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അമേരിക്കയിൽ വത്തിക്കാൻ്റെ എംബസിയിൽ ഫസ്റ്റ് അസിസ്റ്റൻ്റായി 2017 മുതൽ ശുശ്രൂഷ ചെയ്തിരുന്നു. അവിടെ നിന്നാണ് 2021 മാൾട്ടയിലേക്ക്, അവിടെയും ഫസ്റ്റ് അസിസ്റ്റൻ്റ്, അതായത് നുൻസിയോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വത്തിക്കാൻ്റെ അംബാസിഡറായിട്ടുള്ള നുൻസിയോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഫസ്റ്റ് അസിസ്റ്റൻ്റാണ്. അങ്ങനെ കഴിഞ്ഞ് 27 വർഷമായി കേരളത്തിന് വെളിയിൽ, ഭാരതത്തിന് വെളിയിൽ, ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും വത്തിക്കാൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് സർവീസിൽ, നയതന്ത്രത്തിൻ്റെ വിഭാഗത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന വളരെ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് കണ്ണൂരിന് അനുഗ്രഹമായിട്ട് ലഭിച്ചിട്ടുള്ളത്.